ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ മഹീന്ദ്ര കാണിച്ചിരിക്കുന്നതിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്ന ഫൈനൽ വാഹനം മഹീന്ദ്രയുടെ വിഷൻ എക്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അവരാദ്യം ഈ ഫ്രീഡം 15 ഓഗസ്റ്റ് 15 കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്ന വണ്ടികൾ ആദ്യം തന്നെ അവർ അനൗൺസ് ചെയ്ത ടീസർ വിഷൻ എക്സ് എന്ന് പറഞ്ഞ വണ്ടിയുടെ ആയിരുന്നു. അതിനുശേഷമാണ് പിന്നെ ബാക്കി വണ്ടികളൊക്കെ വന്നത്. എന്തായാലും ആ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി ബാക്കി 3 വാഹനങ്ങളും ഭയങ്കര ബോക്സി ആയിട്ട് തോന്നി, അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിഷൻ എസ് ആയിരുന്നു. എക്സ് കുഴപ്പമില്ല, ഇതൊരു സപ്പോമീറ്റർ SUV തന്നെയാണ്. ഇത് എസെൻഷ്യലി എക്സ് എന്ന് പറഞ്ഞ പേരുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന നമ്മുടെ മഹീന്ദ്രയുടെ XUV സീരീസിൽ വരുന്ന വാഹനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. സോ ഇതും സപ്പോമീറ്റർ വാഹനമായിട്ട് തന്നെയാണ് പറയുന്നത്. നമ്മുടെ വിഷൻ എസ് പോലെ തന്നെ മറ്റേ സ്കോർപിയോ ആയിരുന്നു കാണിച്ചിരുന്നതെങ്കിൽ ഇതിപ്പം XUV സീരീസിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ടി വെച്ച് തുടങ്ങുന്നത് താർ സീരീസിനായിരുന്നു കാണിച്ചിരുന്നത്. XUV സീരീസിനെ കാണിക്കുന്നു ആൻഡ് സപ്പോമീറ്റർ എന്ന് പറയുമ്പം പോസിബിളി ഈ വാഹനം നമ്മുടെ XUV 3XOയുടെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കാം, ഓർ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരാൻ പോകുന്ന മറ്റൊരു വാഹനമായിരിക്കാം. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന XUV 400 ഓർ 4XO EV, അതെന്താ അവർ പേരിടാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും അത് ബേസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് വാഹനത്തിനും ഏകദേശം ഈ സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈൻ വരാൻ തന്നെയാണ് ഇനിയിപ്പോൾ സാധ്യത ഉള്ളത്. ആദ്യം ടീസ് ചെയ്തതാണെങ്കിലും ഒരുപാട് ലേറ്റായിട്ട് വരാൻ പോകുന്ന വണ്ടി ഇത് തന്നെയായിരിക്കും. 2027 അവസാനം ആൻഡ് 2028 സ്റ്റാർട്ടിങ് മുതലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡേറ്റ് അവർ ഏകദേശം എസ്റ്റിമേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തമ്മിൽ വന്നിരിക്കുന്നതിൽ വെച്ച് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ടച്ച് കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഇതിൻ്റെ ആണെന്ന്. ഫ്യൂച്ചറിസ്റ്റിക് ഇൻ ദ സെൻസ് ഭയങ്കര കർവി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ബാക്കി വണ്ടികളെല്ലാം പക്കാ ബോക്സ് ആയിരുന്നെങ്കിൽ ഇത് മൊത്തത്തിൽ കേർഡ് എഡ്ജസും സംഭവങ്ങളൊക്കെ വെച്ച് വരുന്നൊരു വണ്ടിയാണ്. ആൻഡ് ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പം ഇതിൻ്റെ അകത്താണ് അവർ കാണിച്ചിരിക്കുന്നതിൽ ആകെപ്പാടെ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ പാറ്റേൺ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ. നമുക്ക് ടോപ്പ് പോർഷനിൽ DRLs ഉണ്ട്, അതിൻ്റെ താഴത്തായിട്ട് മെയിൻ ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എവിടേക്കോ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്മുടെ നെക്സോണിൻ്റെ ഒരു ഛായ പോലെ തോന്നി, അതായത് ഹെഡ് ലാംപ്സിൻ്റെ ഒക്കെ ഡിസൈനിൽ. പിന്നെ ഗ്രില്ല് ഇതിൻ്റെ അകത്ത് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേണിലാണ് വരുന്നത്. എഗെയിൻ ഇതും ഇലക്ട്രിക് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കണ്ട EV പോലത്തെ ഡിസൈനാണ്, അതെന്താണെന്ന് അറിയില്ല. പിന്നെ ഈ അടുത്തിറക്കിയ 3XOയുടെ ക്ലോസ്ഡ് ഗ്രില്ലായിരുന്നു ടോപ്പ് പോർഷനിൽ, അതായത് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ഒക്കെ ആയിരുന്നല്ലോ. ഇതിൻ്റെ അകത്തും സിമിലർ ആയിട്ട് ബോഡി കളറിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, താഴത്ത് പിന്നെ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിൽ വരികയാണെങ്കിൽ ഈ വാഹനം നമ്മുടെ സെയിം NUIQ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വരുന്നതുകൊണ്ട് തന്നെ 3990 mm ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ആൻഡ് ഇതിനകത്ത് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ അത് എടുത്തറിയാനുള്ള പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല. ഇൻഫാക്റ്റ് അവർ ഇറക്കിയിരിക്കുന്ന എല്ലാ വണ്ടികളിലും ബാക്കിലത്തെ ഡോർ ഹാൻഡിൽ മിക്കവാറും C പില്ലറിലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് തന്നെ ആയിരിക്കും വരുന്നത്. സൈസ് എന്തായാലും കാണുമ്പം ഒരുപാട് വലുതായിട്ടും തോന്നുന്നില്ല, സപ്പോമീറ്റർ പോലെ തന്നെയൊക്കെ തന്നെ ഉണ്ട്. ആൻഡ് അലോയ്സ് 19 ഇഞ്ചാണ് ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. സപ്പോമീറ്റർ കാറ്റഗറിയിൽ ആരും 19 ഇഞ്ച് വീൽസ് ഇതുവരെ കൊടുത്തിട്ടില്ല, പക്ഷേ ഇതിനകത്ത് എന്തായാലും നമുക്കത് കാണാൻ പറ്റും. വീലാർച്ച് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ആൻഡ് ഗ്ലോസി ബ്ലാക്കിലാണ് അവരിത് മൊത്തം കവർ ചെയ്തിരിക്കുന്നത്. ബാക്കിലേക്കും ആ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ് നല്ല തിക്കായിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ കോൺസെപ്റ്റ് വാഹനം ആയതുകൊണ്ടായിരിക്കും കേട്ടോ 19 ഇഞ്ച് വീൽസൊക്കെ വരുന്നത്. പ്രൊഡക്ഷൻ സ്പെക്കിൽ എന്തായാലും അത്ര ഒന്നും പോകില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 17 or 18. ഇപ്പോഴത്തെ സെഗ്മെൻറ്റിൽ മാക്സിമം വരുന്നത് 17 ഇഞ്ചാണ്. ചിലപ്പോൾ മഹീന്ദ്ര ആയതുകൊണ്ട് അവരത് 18 ഇഞ്ച് വരെ കൊണ്ടുപോയിരിക്കും, പക്ഷേ അതിലും കൂടുതൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഓവറാണ്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പം എഗെയിൻ നമുക്കിവിടെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് കിട്ടുന്നുണ്ട്. ഒരൊറ്റ സിംഗിൾ LED ലൈറ്റ് ബാറാണ് മുകളിൽ കൂടെ റൺ ചെയ്ത് പോകുന്നത്. ആൻഡ് നമുക്ക് അതിൻ്റെ താഴത്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഗ്ലോസിൻ്റെ ഒരു ആർഭാടം തന്നെ കാണാൻ പറ്റും. പണ്ട് ക്രോം ആയിരുന്നു, ഇപ്പോൾ എല്ലാവരും ഗ്ലോസി ബ്ലാക്കാണ് അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് തന്നെ കുറച്ച് റിഫ്ലക്റ്റേഴ്സ് പോലത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈൻ വരുന്നത്. വിഷൻ എക്സിൻ്റെ ബാഡ്ജിങ് ആണ് ഇപ്പോൾ വരുന്നത്, പക്ഷേ ശരിക്കും വണ്ടി വരുമ്പോൾ എന്തായാലും പേര് മാറും. ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ നമുക്കിപ്പോൾ ഇതൊക്കെയാണ് പറയാൻ പറ്റുന്നത്. എന്തായാലും നിങ്ങൾ ബാക്കി 3 വണ്ടികൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസൈനാണോ അതോ മറ്റുള്ള ബോക്സ് പോലെ ഇരിക്കുന്ന വണ്ടികളാണോ നിങ്ങൾക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നമുക്ക് ഏറ്റവും കുറവ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുള്ളത് ഓർ ഇമേജസ് ഒക്കെ കിട്ടിയിട്ടുള്ളത് ഈ വണ്ടിയുടെ കാര്യത്തിലാണ്. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെന്ന് തോന്നുന്നു ഏറ്റവും മോഡേൺ ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ അഗൈൻ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ എല്ലാത്തിലും ഉള്ളതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. മറ്റുള്ള വാഹനങ്ങൾ കൊടുത്തിരിക്കുന്ന സ്റ്റിയറിംഗ് പോലെയല്ല. ഇതിനകത്ത് നമുക്ക് ടോപ്പിലും ബോട്ടം രണ്ടും ഫ്ലാറ്റ് ബോട്ടം ഫിനിഷാണ് വരുന്നത്. ഫ്ലാറ്റ് ഫിനിഷാണ് വരുന്നത്, ബോട്ടം അല്ല. പിന്നെ ഇതിൻ്റെ അകത്താണ് മഹീന്ദ്ര ആദ്യമായിട്ട് കർവ് ഡിസ്പ്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 2 സ്ക്രീനേ ഉള്ളൂ, ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേയും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർടൈം സിസ്റ്റം. പക്ഷേ അതൊരു കർവ്ഡ് ആയിട്ടുള്ള പാറ്റേണിൽ കണക്റ്റഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സൈസ് അഗൈൻ നമുക്കറിയില്ല, 12.3 ഇഞ്ച് ആയിരിക്കാം, ഓർ ഇപ്പോൾ ടാറ്റ കൊടുത്താൽ 14 ഇഞ്ചിനടുത്തൊക്കെ ആയിരിക്കാം. AC വെൻസും നല്ല നീറ്റായിട്ട് അതിൻ്റെ അകത്തൂടെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് AC കൺട്രോൾസ് ആണെങ്കിൽ പോലും നമ്മുടെ വെൻസിൻ്റെ അവിടെ ആയിട്ട് നല്ല നീറ്റായിട്ടാണ് അവരിത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ചുകൂടെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള ആൻഡ് കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന്.
സെൻറ്റർ കൺസോൾ ഏരിയ ആണെങ്കിലും കാണാൻ കൊള്ളാം. ഒരു ചെറിയ നോബ് മാത്രമാണ് വരുന്നത് നമുക്ക് മോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, ഡ്രൈവ് മോഡ്. അതുപോലെ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് ആണെങ്കിലും ബ്ലൂ, ബ്ലാക്ക്, റെഡ് അങ്ങനെ ഒരുപാട് കളർ കോമ്പിനേഷൻസ് ഉണ്ട്. ആൻഡ് പേഴ്സണലി എനിക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ലേഔട്ട് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. എക്സ്റ്റീരിയറിൽ എനിക്ക് ഒരു ആവറേജ് ലുക്കാണ് തോന്നിയത്. പക്ഷേ എന്തായാലും ഓരോരുത്തരനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇനി ഇതിൻ്റെ സീറ്റ്സിലേക്ക് വരികയാണെങ്കിൽ സീറ്റ്സിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ വണ്ടി കാണുമ്പോൾ ഒരുപാട് സ്ഥലമുള്ളതുപോലെ തോന്നുന്നില്ല, ചിലപ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ആയിരിക്കാം. പിന്നെ ഇത് പെർട്ടിക്കുലർലി ഒരു കൂപ്പേ ലൈക്ക് ഡിസൈനിലാണ് വരുന്നത്. അല്ലാണ്ട് ബോക്സ് പോലെ ഇരിക്കാത്തതുകൊണ്ട് തന്നെ ബാക്കിൽ ഒരു ഇത്തിരി സ്ലോപ്പിംഗ് റൂഫ് ലൈനാണ്. അതിൻ്റെ ഒരു കോംപ്രമൈസ് നമുക്കവിടെ ഹെഡ് റൂമിൽ ചെറുതായിട്ട് വന്ന പോലെ കാണുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സീറ്റ്സ് ആണെങ്കിൽ നമ്മൾ വിഷൻ എസ്സിലൊക്കെ കണ്ടതുപോലെ ഡ്യുവൽ ടോൺ പാറ്റേണിലാണ് വരുന്നത്. ടോപ്പ് പോർഷനിലൊരു കളർ, അതുപോലെ താഴത്തെ പോർഷനിൽ വേറൊരു കളർ. എന്തായാലും 4 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളൊക്കെ ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആൻഡ് മൊത്തത്തിലുള്ള സീറ്റ്സിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ലതാണ്. ഇതിൻ്റെ ലേഔട്ട് പെട്ടെന്ന് കാണുമ്പോൾ ഒരു 4 സീറ്റർ ടൈപ്പ് ലേഔട്ട് പോലെയാണ് തോന്നുന്നത്. ബാക്കിൽ നടുവിൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ പെട്ടെന്ന് കാണുമ്പോൾ തോന്നില്ല. എനിവേ, അതാണ് നമുക്ക് ഈ വാഹനത്തെ പറ്റി ഇപ്പോൾ പറയാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി ആസ്പെക്ട്സിലേക്ക് കിടക്കുകയാണെങ്കിൽ സബ്വൂമർ ആയതുകൊണ്ട് തന്നെ ഈ വാഹനം 3XO റീപ്ലേസ് ചെയ്ത് വന്നു കഴിഞ്ഞാലും എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നമുക്ക് 1.2 ടർബോ പെട്രോൾ എന്തായാലും കിട്ടും, TGD ആയിരിക്കും. അതുപോലെ 1.5 ഡീസൽ അവർ ആ സമയത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും. 28 എന്നൊക്കെ പറയുമ്പോൾ ഇനിയും 3 വർഷത്തിനടുത്ത് ബാക്കിയുണ്ട് വരാനായിട്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന EV ആണ്. ഇലക്ട്രിക്കിൻ്റെയും ഇതിൻ്റെ പവർ ടൺ ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അവരുടെ ഈ പ്ലാറ്റ്ഫോം, അതായത് NUIQ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം മോണോക്കോക്ക് ആണെങ്കിലും ഫ്രണ്ട് വീൽ ഡ്രൈവും അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് ഈ 2 ഓപ്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മഹീന്ദ്രയ്ക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഓൾ വീൽ ഡ്രൈവ് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന 4 വാഹനങ്ങളിൽ ഏറ്റവും ലീസ്റ്റ് പോസിബിലിറ്റി ഓൾ വീൽ ഡ്രൈവ് വരാൻ സാധ്യതയുള്ളത് ഈ വണ്ടിക്കാണ്. കാരണം ഇത് കുറച്ചും കൂടെ ഒരു അർബൻ ടൈപ്പ് SUV ആണ്, കൂപ്പേ ഷേപ്പാണ്. പിന്നെ ഓഫ് റോഡ് പോകുന്ന രീതിയിലുള്ളൊരു ഡിസൈനൊന്നും അല്ല വരുന്നത്. ഇലക്ട്രിക്കിൽ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാം, കാരണം അതിന് വലിയ ബുദ്ധിമുട്ടില്ല കൊടുക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ വിഷൻ എസ്സിലൊക്കെ അവർ മിക്കവാറും എനിക്ക് തോന്നുന്നു ഡീസൽ പെട്രോളിലൊക്കെ ഓൾ വീൽ ഡ്രൈവിൻ്റെ ഓപ്ഷൻ കൊടുത്തേക്കാമെന്ന്. എന്തായാലും ഇതിനകത്ത് അങ്ങനെ കൊടുക്കാനുള്ളൊരു സാധ്യതയില്ല, കാരണം അത്രയും ഒരു ഓഫ് റോഡ് പോകേണ്ട ആവശ്യം ഈ വാഹനത്തിന് വരുന്നില്ല, പ്രത്യേകിച്ച് അതിന് ഡിസൈനൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ പോലും. എന്തായാലും ആ കാര്യത്തിൽ മഹീന്ദ്ര എന്താണ് തീരുമാനിക്കുന്നത് നമുക്ക് നോക്കാം. ഇത്രയൊക്കെയാണ് മഹീന്ദ്ര ഈ ഓഗസ്റ്റ് 15 കാണിച്ചിരിക്കുന്ന വണ്ടികളുടെ ഒരു റിവ്യൂ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇൻ കേസ് ബാക്കി വണ്ടികൾ കണ്ടിട്ടില്ല എങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി. ബാക്കി 2 വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇതിലിനിയിപ്പം സത്യം പറഞ്ഞാൽ ഈ 3 വർഷവും കൂടെ ഉണ്ട് ഈ മഹീന്ദ്രയുടെ വണ്ടികളൊക്കെ വരാൻ. 3 ഓർ മിനിമം 2 വർഷമെങ്കിലും ഉണ്ട് ഗ്യാപ്പ്. അത്രയും കാലം കൊണ്ട് മറ്റുള്ള കമ്പനികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിനിയിപ്പോൾ കാണേണ്ടത്. ഇത് കാണുമ്പോൾ എന്തായാലും ടാറ്റ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. ഈവൻ ഹ്യുണ്ടായി ആണെങ്കിൽ പോലും ഹ്യുണ്ടായി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന മാരുതി, സുസുക്കി, ടാറ്റയൊന്നും അല്ല, മഹീന്ദ്രയാണ് എന്നാണ്. സോ ഇത് കാണുമ്പോൾ എന്തായാലും ആരും വെറുതെ ഇരിക്കില്ല. എല്ലാവരും ഡ്രോയിങ് ബോർഡ്സിലേക്ക് തിരിച്ചു പോയി എന്തെങ്കിലും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തി ആയിരിക്കും പിന്നെ അവരുടെ വണ്ടികൾ റെഡിയാക്കുന്നത്. ഈ 2027 ആ ഒരു സമയത്താണ് മിക്ക കമ്പനികളും അവരുടെ പുതിയ ജനറേഷൻ വണ്ടികൾ ഇറക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. സോ അതൊരു നല്ല വർഷമായിരിക്കും തോന്നുന്നു. ഏതായാലും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.